ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഓണമൊക്കെ അല്ലേ, ഒരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാനിപ്പോൾ ഖത്തറിലാണുള്ളത്. അപ്പോൾ എല്ലാം വന്നതിൻ്റെ ആ ഒരു തിരക്കും ബഹളവും ഒക്കെയാണ്. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് നല്ലതായിട്ട് ഡീറ്റെയിൽഡായിട്ടൊന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഒരുങ്ങി ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെളിയിലോട്ട് പോവുകയാണ്. ഇവിടെ അടുത്തൊരു പാർക്കിലാണ് പോകുന്നത്. ജസ്റ്റ് ഓണത്തിന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫോട്ടോസ്, കുറച്ച് കപ്പിൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ തന്നെയാണ് എടുക്കുന്നത്, ട്രൈപ്പോഡൊക്കെ വെച്ച്. അപ്പം ഒന്ന് റെഡി ആവണം. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ച് റെഡി ആവുകയാണ്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ സാരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഇവിടുന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ലുലുവിന് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആവാം. കാരണം ഇവിടെ നട്ടുച്ച സമയമാണ്, നല്ല വെയിലുമാണ്. അപ്പം നമുക്കൊരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. ഇച്ചിരി വെട്ടം വേണമല്ലോ, ഒരു റീൽ എടുക്കണം, 2-3 ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെയാണ് പ്ലാന്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ എൻ്റെ സാരി വന്നിട്ട് റെഡി ടു വെയർ സാരിയാണ്. പിന്നെ അതിൻ്റെ ബ്ലൗസ്, പിന്നെ സ്കേർട്ട് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മേക്കപ്പ് ഒന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ഇടുന്നത് മോയ്സ്ചറൈസ്ഡാണ്. അക്വലോജിക്കയുടെ ഒരു ഗ്ലോ മോയ്സ്ചറൈസ്ഡാണ് ഇടുന്നത്. പിന്നെ ഞാൻ സൺസ്ക്രീൻ ഇട്ടു. ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പം ഞാനിവിടെ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീനാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഞാൻ കൺസീലറാണ് ഇടുന്നത്. കൺസീലർ വന്നിട്ട് മേബിളിൻ്റെ ഒരു ഷെയ്ഡാണ്. ഷെയ്ഡ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ക്യാരമലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്റിംഗ് പ്രൈമറിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്ത് മുഖത്തിടുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു ഗ്ലോ ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് കിട്ടും. ഭയങ്കര രസമാണ്, നല്ലൊരു ഗ്ലോ ലുക്ക് തന്നെ അത് രണ്ടും കൂടി ഇടുമ്പോൾ കിട്ടും. പിന്നെ ഐ ഷാഡോ ഇടാനാണ് കേട്ടോ. ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഏത് കളർ എടുക്കണമെന്ന്. പിന്നെ ഞാൻ ആ സാരിയുടെ ഒരു കളർ തന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പം അതാണ് കേട്ടോ ഇട്ടത്. കൂടുതൽ ഗ്ലിറ്ററിങ് ഒന്നും ഇട്ടില്ല. പിന്നെ ആണെങ്കിൽ കൺമഷി, കണ്ണെഴുതൽ ഒക്കെയാണ്. ഐലൈനർ ഇടുന്നു, കൺമഷി ഇടുന്നു, അതൊക്കെ ആയിട്ട് പിന്നെ പെട്ടെന്ന് സമയം അങ്ങ് പോയി കേട്ടോ. പിന്നെ ലാസ്റ്റ് വന്ന് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞപ്പം തന്നെ എല്ലാം ഓക്കെ. അത്ര വലിയ ലുക്കിലോട്ടൊന്നും പോകുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊന്ന് ഫോട്ടോ എടുത്തിട്ട് വരാവേ. അങ്ങനെ റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, പക്ഷേ അതുപോലെ ലൈറ്റ് കുറച്ചൊന്ന് കുറയുന്നുമുണ്ട്. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയി കേട്ടോ. ഭയങ്കര വെപ്രാളം പിടിച്ച് ഓടുമായിരുന്നു. എങ്ങനെയും കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും കിട്ടാനുള്ള ഒരു ഓട്ടമായിരുന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ എത്തണമെന്നായിരുന്നു. ഇവിടെ അടുത്തൊരു പാർക്കിലാണ് കേട്ടോ പോകുന്നത്. അപ്പം വീടുമായിട്ട് കുറച്ച് ഒരു 5 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ വളയിട്ടില്ല, മോതിരം ഇട്ടില്ല, എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി ആകെ ടെൻഷനായി. കാരണം ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു ഓട്ടമായിരുന്നു. എനിക്കാണെങ്കിൽ വളയിടാതെ ഫോട്ടോ എടുക്കാനേ വയ്യ. അവസാനം ഞങ്ങൾ വളയൊക്കെ എടുത്തോണ്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് വളയൊക്കെ എടുത്ത് വീണ്ടും പെട്ടെന്ന് പോവുകയാണ്. കാരണം ഇവിടെ സൺസെറ്റ് വന്നിട്ട് 5:40 ഇന്ന്. പക്ഷേ ഇപ്പം തന്നെ സമയം 5:30 കഴിഞ്ഞു കേട്ടോ. അവസാനം നമ്മുടെ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇത് പാർക്കിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. ഞാൻ ഒരുവിധമാണ് നടക്കുന്നത് തന്നെ. സാരി ഉടുത്തോണ്ട് എനിക്ക് വലിയ എത്രയും പെട്ടെന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള ഒരു ഓട്ടമാണ്. പിന്നെ ട്രൈപ്പോഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ തന്നെ അങ്ങ് എടുക്കുമായിരുന്നു. പിന്നെ ട്രൈപ്പോഡ് സെറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഷൂട്ടിംഗ് അടിപൊളിയായിരുന്നു. മറ്റേ വെയില് കുറച്ച് ലൈറ്റ് കുറച്ച് കുറഞ്ഞു, പക്ഷേ എന്നാലും സമയത്തിന് കുറച്ച് കിട്ടി. ഇച്ചിരി ധൃതിപ്പെട്ട് വന്നാലും ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. എനിക്കാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്ന് ഫോട്ടോസ് എടുക്കണമെന്ന് തോന്നിപ്പോയി. കാരണം പെട്ടെന്ന് തന്നെ ലൈറ്റ് അങ്ങ് പോയിരുന്നു. അപ്പം എന്നാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടി കേട്ടോ. ഞങ്ങൾ പോവാണ്. ഈ പാർക്കിന്റെ പേരെന്താ? അതെ, ഉമ്മൽ സനീം എന്ന് പറയുന്ന ഒരു പാർക്കാണ്. ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അകത്തോട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇപ്പം തന്നെ വെയില് താന്ന് ലൈറ്റും പോയി ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. കണ്ട നല്ല ഭംഗിയുണ്ട്. ഇത് ഏൻകാലിലാണല്ലേ, അമ്പിളിമാമ വന്ന് മേളിൽ നിൽക്കുന്നുണ്ട. പൂവാണ്. എന്തായാലും കൊള്ളായിരുന്നു, നല്ല രസമായിരുന്നു. ഓടിപ്പിടിച്ച് വന്നാലും നല്ലൊരു വീഡിയോ ഷൂട്ടിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഓൾമോസ്റ്റ് വെയിലും വെട്ടവും ഒക്കെ കഴിഞ്ഞ് ഇരുട്ടി തുടങ്ങി ഇവിടെ. ഞാൻ ഓൾമോസ്റ്റ് പെട്ടെന്നായിരുന്നു റെഡി ആയത്. എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും എടുക്കുന്നില്ല, ചെറുതായിട്ടേ എടുത്തിട്ടുള്ളായിരുന്നു.
അപ്പം ഇരുട്ടി വെട്ടമൊക്കെ പോയി. ഇനി വീഡിയോ ഫോട്ടോസൊന്നും എടുത്താൽ ആ ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല. നമ്മൾ ഈ നട്ടുച്ച വെയിലത്തൊക്കെ വന്നാൽ നല്ലതായിരിക്കും, പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ നട്ടുച്ച വെയിലത്തൊക്കെ വരാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പം വളരെ പെട്ടെന്ന് ഒരുങ്ങി അങ്ങനെ ധൃതിയിൽ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവർക്കും ഹാപ്പി ഓണം, എൻജോയ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.